എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ദേഷ്യത്തെക്കുറിച്ചാണ്. അതിനൊരു റീസണും ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് അവൾക്ക് അവളുടെ ബോസിൽ നിന്ന് വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി. വളരെ ദേഷ്യപ്പെട്ട് അയാൾ എന്തൊക്കെയോ പറഞ്ഞത്രേ ഒരു ദിവസം. അതെന്താണ് പറഞ്ഞതെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. അവൾ വീട്ടിൽ വന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഇതേപോലെ ഒത്തിരി എന്തൊക്കെയോ എന്നെ വഴക്ക് പറയുകയൊക്കെ ചെയ്തു. എന്താ കാര്യമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. തിരിച്ച് റിയാക്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മിണ്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുത്ത വായിൽ തന്നെ പറഞ്ഞു, നന്നായി നീ മിണ്ടാഞ്ഞത്, കാരണം നീ നാളെയും അവിടെ വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് അടക്കാൻ പറ്റാത്ത ദേഷ്യമാണ്, ഞാൻ എങ്ങനെയാണ് അതൊന്ന് പ്രകടിപ്പിക്കുക, എനിക്ക് എങ്ങനെയെങ്കിലും അയാളോട് റിയാക്ട് ചെയ്തേ മതിയാവൂ എന്ന് അവൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് നിനക്ക് ദേഷ്യം വന്ന കാര്യങ്ങളും നിനക്ക് എന്തൊക്കെയാണ് നീ അയാളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നീ പേപ്പറിൽ എഴുതൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ശരി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ ആ പേപ്പറിനകത്ത് കുറേ എന്തൊക്കെയോ എഴുതിയെന്ന് അവൾ പറഞ്ഞു. ഞാൻ കണ്ടൊന്നുമില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് എന്തൊക്കെയോ ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ അപ്പം പിറ്റേ ദിവസം ഞാൻ വിളിച്ച് ചോദിച്ചു, എന്ത് ദേഷ്യമൊക്കെ പോയോ, ഇന്ന് ചെല്ലുമ്പം നീ ബോസിനോട് സമാധാനമായിട്ട് നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അയാൾ പറഞ്ഞത് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വേണ്ട, എൻ്റെ ദേഷ്യം പോയി എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പം ഞാൻ വിചാരിച്ചു, ഇതെല്ലാവർക്കും വരുന്ന കാര്യമാണ് അല്ലേ. പെട്ടെന്ന് ആ ഒരു മൊമെൻറ്റിൽ ഒരു ബോസ് അല്ലെങ്കിൽ ആരെങ്കിലും ദേഷ്യപ്പെട്ടെന്ന് പറയുമ്പോൾ തിരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്ന നമ്മുടെ ക്യാരക്ടർ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളും നമ്മൾ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾക്ക് എന്താ സംഭവിക്കുക, പ്രഹരശേഷി കൂടുതലാണെന്ന് പറയും. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്തതായിരിക്കും നമ്മുടെ വായിൽ നിന്ന് വരുന്നത്. നമുക്കും ദേഷ്യം വരികയല്ലേ. അപ്പം ഒരാൾ നമ്മളെ ദേഷ്യപ്പെട്ടു, തിരിച്ച് അതേ മൊമെൻറ്റിൽ തന്നെ നമ്മൾ തിരിച്ചും അതുപോലെ തന്നെ ദേഷ്യപ്പെടുകയാണെങ്കിൽ നമ്മളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഒരു കൺട്രോൾ ഉണ്ടാവില്ല, ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. അപ്പം എന്താ സംഭവിക്കുക, നമുക്ക് പറ്റാത്തത് എന്തൊക്കെയോ നമ്മളങ്ങ് വിളിച്ച് പറഞ്ഞു കളയും. അങ്ങനെ പറഞ്ഞു കളഞ്ഞത് വാക്കുകൾ, പുറത്തു പോയ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാനാവില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ വായുവിട്ട വാക്ക് നമുക്കൊരിക്കലും തിരിച്ചെടുക്കാനും പറ്റില്ല. നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് കൂളാവുകയും ചെയ്യും. പക്ഷേ എന്താ സംഭവം, ഈ കേട്ട ആൾ എന്ത് ചെയ്യും, അയാളുടെ മനസ്സിൽ ഈ പറഞ്ഞ വാക്കുകളും ഒക്കെ അയാളുടെ മനസ്സിലിരിക്കുകയായിരിക്കും. അയാളത് മനസ്സിൽ വെക്കുകയും ചെയ്യും. അയാൾക്ക് പിന്നീട് ആ ഒരു ഇതും വെച്ചുകൊണ്ട് പിന്നെ അടുത്ത പ്രാവശ്യം സംസാരിക്കുമ്പോൾ അയാൾ അങ്ങനെ റിയാക്ട് ചെയ്യും അല്ലേ. അപ്പം എല്ലാവർക്കുമുള്ള ഒരു വികാരമാണ് ദേഷ്യം, എല്ലാവർക്കുമുള്ള വികാരമാണ്. അപ്പം അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, ചെറിയ 2-3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം എനിക്കങ്ങനെ പെട്ടെന്ന് സഡനായിട്ട് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറല്ല. ഞാൻ വളരെ പൊതുവേ ഞാൻ വളരെ കാമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ദേഷ്യമൊന്നും വരാറില്ല. പക്ഷെ ദേഷ്യം വന്നാൽ എനിക്കും ഇതേപോലെ ഈ പറഞ്ഞതുപോലെ ഭയങ്കര ദേഷ്യമാണ്. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എൻ്റേത്. അപ്പം ഞാൻ എങ്ങനെയാണ് ഇപ്പം പണ്ടൊക്കെ എനിക്ക് ഇതേപോലെ ദേഷ്യം വരുമ്പം എനിക്കും അറിയില്ല, അങ്ങനെ നമുക്കങ്ങനെ ദേഷ്യം വരുമ്പോൾ ഞാനും സഡനായിട്ട് അങ്ങനെ റിയാക്ട് ചെയ്തു പോകാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെയൊന്നും ദേഷ്യം വരില്ല. പക്ഷെ ദേഷ്യം വന്നാൽ ഞാനങ്ങ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു പണ്ട്. പക്ഷെ പിന്നെ എനിക്ക് വയസ്സ് കൂടി വരുമ്പോൾ നമ്മുടെ ആ ഒരു പ്രായത്തിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ വയസ്സ് കൂടി വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മച്യൂർഡ് ആവും. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ നമ്മളൊരു പേപ്പറിൽ നമ്മളാരും ഒരു റൂം അടച്ചിരുന്ന് നമ്മളൊരു പേപ്പറിൽ മുഴുവൻ എഴുതുക. നമുക്ക് അയാളോട് പറയാനുള്ളത് എന്താണോ അത് മുഴുവൻ നമ്മൾ ആ ദേഷ്യത്തിൽ തന്നെ നമ്മളത് എഴുതി അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ നന്നായിട്ട് അങ്ങ് എഴുതുക ആ പേപ്പറിനകത്ത്. എന്തൊക്കെയാണ് അയാളോടുള്ള ദേഷ്യം എന്ന് വെച്ചാൽ അത് മുഴുവൻ നമ്മളൊരു പേപ്പറിൽ എഴുതുക. ഒരു മാർഗം അതാണ്, സ്വയം പ്രതിരോധിക്കുക എന്നാണ് ഇതിന് പറയുന്നത്. രണ്ടാമത്തെ മാർഗം എന്താണെന്ന് വെച്ചാൽ, ഒരു റൂം അടച്ചിരുന്നു ഒന്നെങ്കിൽ പൊട്ടിക്കരയുകയോ അലറി വിളിക്കുകയോ ചെയ്യുക, ആരും കേൾക്കാതെ. അപ്പോൾ സുഖമായിട്ട് നമ്മുടെ ദേഷ്യം അതോടുകൂടി അങ്ങ് തീരും. ആരും കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് അലറി കരഞ്ഞാലും ഒച്ചയിലൊന്ന് കരഞ്ഞെന്ന് വിചാരിച്ച് റൂം അടച്ചിട്ടിട്ടൊന്ന് കരഞ്ഞെന്ന് വിചാരിച്ച് ആരും കാണാനും പോണില്ല, കേൾക്കാനും പോണില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുക. മൂന്നാമത്തെ മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ആ സമയത്ത് എന്തൊക്കെ നമ്മളോട് പറഞ്ഞോട്ടെ, എന്തായാലും നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ആ സമയത്ത് വെള്ളം മുഴുവൻ കുടിച്ചു കഴിഞ്ഞ് നമ്മൾ ശാന്തമായിട്ടൊന്ന് ആലോചിക്കുക. എന്നിട്ട് മാത്രം നമ്മൾ റിയാക്ട് ചെയ്യുക. അപ്പോഴെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം റിയാക്ട് ചെയ്യുമ്പം നമുക്ക് ഇപ്പം നമ്മളോട് ഷൗട്ട് ചെയ്തതിന്
നമുക്ക് തിരിച്ച് കറക്റ്റായിട്ടുള്ളൊരു മറുപടി അയാളോട് പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. നമ്മൾ മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ വായി തോന്നുമൊക്കെയല്ലേ വിളിച്ച് പറയുന്നത്. അപ്പം അങ്ങനെയല്ല, എന്താണോ പുള്ളി ദേഷ്യപ്പെട്ടത് അതിൻ്റെ കറക്റ്റ് റീസൺ എന്താണ്, അയാൾ ദേഷ്യപ്പെട്ടതിൻ്റെ റീസൺ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൻ്റെ ആൻസർ, ക്വസ്റ്റ്യൻ ടു ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ചുമ്മാ നമ്മൾ അയാൾ ദേഷ്യപ്പെടുന്നത് എന്താണോ അത് നമുക്ക് അറിയാനും പറ്റില്ല, നമ്മൾ പറയുന്നത് എന്താണോ അത് അയാൾക്കും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടോക്കായിരിക്കും. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ വളരെ അയാൾ പറഞ്ഞത് എന്താണോ, ദേഷ്യപ്പെട്ടത് എന്തിൻ്റെ പേരിലാണോ അതിൻ്റെ ആൻസർ നമുക്ക് അപ്പോഴത്തേക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരം നമുക്ക് എപ്പോഴും നമുക്ക് ദോഷമേ ചെയ്യുകയുള്ളൂ. അത് നമ്മുടെ BP കൂട്ടും, നമ്മുടെ ഹോർമോൺസിനൊക്കെ അതൊക്കെ ഇംബാലൻസ് ആവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഹെൽത്ത് വൈസ് തന്നെ ഈ ദേഷ്യം കൊണ്ടെത്തിക്കാറുണ്ട്. നമ്മുടെ ഹാർട്ടിന് പ്രശ്നവും, ഹാർട്ടൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അടിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. എന്നുവെച്ചാൽ അതിന് ഏറ്റവും നല്ലത് ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ ഒന്നുകിൽ വിളിക്കുക, എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആ കുട്ടി അല്ലെങ്കിൽ ആ ഫ്രണ്ട് പറഞ്ഞു തരും ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്ന്. അതല്ലെങ്കിൽ വളരെ സമാധാനത്തോടെയുള്ള ഇപ്പോൾ അച്ഛനെയോ അമ്മയെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോടോ ഒക്കെ നമുക്കിത് ഡിസ്കസ് ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്, ഓഫീസിൽ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് സമാധാനമായിട്ട് പറയുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ നമ്മളെ ദേഷ്യപ്പെട്ടു എന്ന് വിചാരിച്ച് നമ്മൾ മോശക്കാരാവണമെന്നില്ല. ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾ ഷൗട്ട് ചെയ്തു നമ്മളോട് സംസാരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരിക്കലും മോശക്കാരാവില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ എന്താ അത് മനസ്സിലാകാത്ത, ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിച്ച ഉടനെ നമ്മുടെ മനസ്സിൽ ആദ്യം തോന്നുന്നത് എന്താണെന്നോ, അയ്യോ അങ്ങനെയാണോ ഞാൻ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല ഒരിക്കലും. നമുക്ക് സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ഉണ്ടെങ്കിൽ ഒരിക്കലും വേറെ എന്ത് കൂരമ്പുകൾ നമ്മുടെ മേത്തോട്ട് ആരിട്ടാലും അല്ലെങ്കിൽ എയ്താലും നമ്മളെ അത് ബാധിക്കില്ല. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് 100% ബോധ്യം നമുക്കുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന വാക്കുകൾ കറക്റ്റാണെന്ന് നമുക്ക് 100% ബോധ്യമുണ്ടെങ്കിൽ ആരെയും നമ്മൾ പേടിക്കേണ്ടതില്ല. ഞാൻ എല്ലാവരോടും പറയുന്ന, എനിക്ക് പരിചയമുള്ളതും എൻ്റെ ഫ്രണ്ട്സിനോടും ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്നതും ഒക്കെ അങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ പേടിക്കുന്നത്? നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഒരാളെയും നമ്മൾ പേടിക്കേണ്ടതില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. എനിക്ക് ഫേസ്ബുക്കിൽ കുറേ പേര് ഫ്രണ്ട്സുണ്ട്. പക്ഷേ എനിക്ക് മെസ്സഞ്ചർ ആപ്പൊന്നുമില്ല. ഞാൻ മെസ്സഞ്ചറിലൂടെ ഒരാളുമായിട്ടും കോൺവെർസേഷനൊന്നും അങ്ങനെ അധികം നടത്താറില്ല. വല്ലപ്പോഴും എന്തെങ്കിലും ഞാൻ ഈ പോപ്പപ്പ് ചെയ്ത മെസ്സേജ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു താങ്ക്സ് പറയും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അതിൻ്റെ അകത്തൊരു പാട്ട് പാടി ഇടുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ എഴുതിയത് എന്തെങ്കിലും നന്നായി എന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ അത് പോപ്പപ്പ് മെസ്സേജ് വന്നു കഴിയുമ്പോൾ മാത്രം ഞാൻ ചിലപ്പോൾ അതിന് ഓക്കെ താങ്ക് യു എന്ന് പറയും. അങ്ങനെ പറയാറുള്ളൂ. അല്ലാതെ മെസ്സഞ്ചർ ആപ്പ് എനിക്കില്ല. മെസ്സഞ്ചർ ആപ്പ് ഇല്ലെങ്കിൽ പോലും ഫേസ്ബുക്കിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ നമ്മൾക്ക് ഒരു മെസ്സഞ്ചർ, ഈ ഫേസ്ബുക്കിൻ്റെ തന്നെ ആപ്പാണല്ലോ മെസ്സഞ്ചർ, അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് നമുക്കത് കാണാൻ പറ്റും. പോപ്പപ്പ് മെസ്സേജുകൾ നമുക്ക് കാണാം. അപ്പം അങ്ങനെ പോപ്പപ്പ് മെസ്സേജ് വരുന്നത് എല്ലാം ഒന്നും വരത്തില്ല, ചിലത് വരുന്നത് മാത്രം എനിക്ക് സമയം കിട്ടുമ്പം ഞാനൊന്ന് റിപ്ലൈ കൊടുക്കും. അല്ലാതെ എനിക്ക് സമയം കിട്ടാറില്ല. കാര്യം ഓരോരുത്തരും അയക്കുന്നതിൻ്റെ റിപ്ലൈ കൊടുക്കാനൊന്നും സമയമില്ല. പിന്നെ ഞാൻ ഈ ഫേസ്ബുക്ക് പോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, എൻ്റേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയെ, എനിക്ക് പറയാനുള്ളതും പബ്ലിക്കിനോട് പറയാനുള്ളതും ആയ കാര്യങ്ങൾ ആ സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ള ഒരു സംവിധാനമാണ്. അപ്പം അതിലൂടെ ആൾക്കാരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വയ്ക്കുക. അതല്ലാതെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് താല്പര്യമേ ഇല്ല അറിയാൻ. അപ്പം അതിൻ്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട ഒരു മെസ്സേജ് എന്തോ പോപ്പപ്പ് ചെയ്ത് വന്നെനിക്ക്. അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു, മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. ഫേസ്ബുക്ക് ഫ്രണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരുടെ കാര്യങ്ങളെല്ലാം അറിയണമെന്നില്ല. അതേപോലെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചോ അതിനൊരു ഉത്തരം പറയുക എന്നല്ലാതെ അതിൽ കൂടുതൽ നമ്മൾ കോൺവെർസേഷൻ നടത്തേണ്ട കാര്യമില്ല. നമ്മൾ എന്തിനാണ് ഫേസ്ബുക്ക്, നമ്മൾ അന്യോന്യം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഫേസ്ബുക്കിൽ അല്ലേ. അപ്പം എല്ലാവർക്കും ഞാനപ്പം മനസ്സ് വിചാരിക്കും ചെയ്ത് എത്ര പെട്ടെന്നാണ് ദേഷ്യം വരുന്നത് ഓരോരുത്തർക്ക്. ആ ദേഷ്യം വരുമ്പോൾ സഡൻ ആയിട്ടുള്ള റിയാക്ഷനാണ്.
അപ്പം അങ്ങനെ വരുമ്പോഴെന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ കൂളായിട്ടിരിക്കുക. നമ്മൾ പറയാനുള്ളതും നമ്മൾ ചെയ്യുന്നതും നമ്മൾ പറയുന്നതും കറക്റ്റാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ല, നമ്മളെ ആരും പേടിപ്പിക്കാനും വരില്ല. അപ്പം ഈ കാര്യം, ഈ ദേഷ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഞാനിത് ഓർത്തതാണ്. അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഇങ്ങനെ ഇപ്പോൾ പലരും, ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ നമ്മൾ എല്ലാവരും നമ്മൾ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയില്ല. പലരും നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇഷ്ടം പോലെ വരാറുണ്ട്. പക്ഷെ ഞാൻ അത് മുഴുവൻ നെഗ്ലക്റ്റ് ചെയ്യാനുള്ളത്. കാര്യം ഞാനതൊന്നും വായിച്ച് നോക്കാറ് പോലുമില്ല. ഈ വായിച്ചു നോക്കിയാൽ ചില കമൻറ്റ്സൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരും. പക്ഷെ അപ്പോഴും ഞാനിതാ പറയുന്നത്, എന്തിനാണ് അത് അവരുടെ അപ്പോഴത്തെ റിയാക്ഷനാണ് അവർ കാണിക്കുന്നത്. അതിന് നമ്മൾ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ മൈൻഡിനെ നമ്മൾ എപ്പോഴും കൂളാക്കി വെക്കുകയും വളരെ കാമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താലേ നമുക്ക് ക്രിയേറ്റീവായിട്ട് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരോടും ദേഷ്യപ്പെട്ടും നമ്മുടെ സമയമല്ലേ പോകുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു മാക്സിമം നമ്മുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞൊരു 75 അല്ലെങ്കിൽ 80 അത്ര വരെ രോഗമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. എങ്കിൽ പോലും നമ്മുടെ ഓരോ ദിവസവും ഈ ദേഷ്യപ്പെട്ടുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ല. നമ്മൾ തിരിച്ച് പെട്ടെന്ന് ഓവർ റിയാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം നമ്മുടെ ഉറക്കം പോയി എന്നല്ലാതെ വേറെ ഒരു ഗുണവും നമുക്ക് കിട്ടാനുമില്ല. അപ്പം ദേഷ്യം വരുന്നവർ എൻ്റെ ഫ്രണ്ട്സിൽ, ഇപ്പം ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സിൽ അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ദേഷ്യം വരുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മാർഗ്ഗങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഒന്നുകൂടെ ഞാൻ പറയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ആര് നിങ്ങളോട് ദേഷ്യപ്പെട്ടാലും സഡനായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുക. അതെന്ത് സംഭവിച്ചോട്ടെ, അവരെന്ത് നമ്മളെ കുറ്റപ്പെടുത്തിയാലും അതൊന്നും നമ്മളെ ബാധിക്കാത്ത മട്ടിൽ നിങ്ങളിരിക്കുക. കാര്യം അതൊന്നും കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നമ്മൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, സഡനായിട്ട് റിയാക്ട് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ സഡനായിട്ട് റിയാക്ട് ചെയ്തില്ലെങ്കിൽ പോലും റിയാക്ട് ചെയ്യേണ്ടതായിട്ടുള്ളൊരാവശ്യം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായും അതിന് സമയമെടുത്ത് മാത്രം റിയാക്ട് ചെയ്യുക. ആ സമയപരിധിക്കുള്ളിൽ ഒന്നുകിൽ നിങ്ങൾക്ക് വന്ന ദേഷ്യം നിങ്ങളൊരു പേപ്പറിനകത്ത് എഴുതി വെക്കുകയോ, അല്ലെങ്കിൽ അയാൾ നിങ്ങളുടെ മേൽ ആരോപിച്ച കുറ്റങ്ങൾ എന്തൊക്കെയാണോ ആ കുറ്റത്തിൻ്റെ കറക്റ്റ് ക്വസ്റ്റ്യൻ ടു ആൻസർ റിപ്ലൈ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം മാത്രം അയാളോട് സംസാരിക്കുക. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം, ഇത് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ എന്തൊക്കെയോ പറയുന്നു എന്ന് വിചാരിച്ച ഒരാൾ, അപ്പം നമുക്ക് അത് അവഗണിച്ചേക്കുക. എന്തിനാണ് അയാൾ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ, നമുക്ക് തിരിച്ചു പറയാൻ എന്തും നമ്മുടെ മേലിൽ വരുന്ന എന്ത് ദേഷ്യ പ്രകടനങ്ങളും തിരിച്ചു മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുകയോ ചെയ്യുന്നതിനെല്ലാം നമ്മൾ തിരിച്ചു മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവരുടെ സംസ്കാരമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും അവരുടെ ചുറ്റുപാടുകളും അവരുടെ പേരൻസും അവരെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മളങ്ങ് മനസ്സിലാക്കുക. അപ്പോൾ അവരുടെ ഡിഗ്നിറ്റിയാണ് അവിടെ കുറയുന്നത്. നമ്മളൊരിക്കലും നമ്മുടെ വ്യക്തിത്വം പണയം വെക്കേണ്ട കാര്യമില്ല. നമ്മൾ വളരെ സ്റ്റേണായിട്ട് നിൽക്കുക, ആരോടും ദേഷ്യപ്പെടാതിരിക്കുക, ആവശ്യമെങ്കിൽ മാത്രം മറ്റൊരാളോട് കയർത്ത് സംസാരിക്കുക. പിന്നെ നാലാമത്തെ കാര്യം, നമ്മുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ സഡനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് എന്ത് വരുന്നെന്ന് നമുക്ക് പോലും കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയാകും. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെയോ പറഞ്ഞു പോകും. നമ്മുടെ വായിൽ നിന്ന് അങ്ങനെ അബദ്ധവശാൽ പോലും ചീത്ത വാക്കുകളോ അനാവശ്യമായിട്ടുള്ള വാക്കുകളോ വീഴാതെ നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ ഇതൊക്കെ സഡൻ റിയാക്ഷന് വരുന്ന കുഴപ്പങ്ങളാണ്. അതല്ല, നമ്മൾ സമയമെടുത്ത് റിയാക്ട് ചെയ്യുമ്പം ഈ ഒരു പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പിന്നെ അതല്ല, ഒരാൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, അപ്പോൾ തീരെ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അയാളോട് നമുക്ക് തിരിച്ച് പറയാനൊന്നും അപ്പം പറ്റില്ല. പക്ഷേ ഈ ദേഷ്യം അടക്കാനും പറ്റാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം കുടിച്ചിട്ട് ഒരു റൂം അടച്ചിട്ടിരുന്ന് ഒന്ന് പൊട്ടിക്കരയുകയോ അല്ലെങ്കിൽ ഒന്ന് സ്വപ്പം ഒച്ചയിടുകയോ ഒക്കെ ചെയ്താലും ആരും കേൾക്കാൻ പോകുന്നില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ദേഷ്യം അടങ്ങും. അപ്പോൾ അതും ഒരു നല്ല പോംവഴിയാണ്. അപ്പം ദേഷ്യം ഒരിക്കലും ഒരു മനുഷ്യന് നല്ലതല്ല. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഹെൽത്തിനെ അത് വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഈ ദേഷ്യം എന്ന് പറയുന്ന വികാരം, ആങ്കർ. അപ്പോൾ തീർച്ചയായിട്ടും ആ ദേഷ്യത്തെ നമ്മൾ മാറ്റിവെക്കണം. അപ്പം ഇന്ന് മുതൽ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അടുത്ത മാസം ജാനുവരിയാണ്, 25 തുടങ്ങുകയാണ്. അപ്പം എന്തായാലും ഒരാളും അനാവശ്യമായിട്ട് മറ്റൊരാളോട് കയർക്കാതിരിക്കുക. നമ്മളെല്ലാവരും
വളരെ കാമായി, വളരെ ശാന്തമായി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഇടവരട്ടെ. അങ്ങനെ ഓരോരുത്തർക്കും ഇടവരട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ, നമ്മളെ കളിയാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളോ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം നമുക്ക് വരികയാണെങ്കിൽ ഒരിക്കലും മൈൻഡ് വിഷമിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ സംസ്കാരമാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. പിന്നെ ആ സമയവും കടന്നു പോകും എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നെങ്കിൽ ഈ സമയവും കടന്നു പോകും. ഇതൊന്നും ശാശ്വതമല്ല. അപ്പം നാളെയും നേരം വെളുക്കും അല്ലേ? 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് പോകും, വേറെ ഒരു കാര്യമാവും. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. സന്തോഷമായിട്ട് അവരവരുടെ ജീവിതം ജീവിക്കാൻ എല്ലാവർക്കും ഇടവരട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണമെന്ന് ഞാൻ പറയുകയാണ് നിങ്ങളോട് ഒന്നുകൂടെ. എല്ലാവരും വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്കറിയാവുന്ന കാര്യങ്ങളും എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് നേരിട്ട അനുഭവങ്ങളും ഒക്കെയാണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് തന്നെ. അപ്പം അത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക കേട്ടോ.